ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സ്വർണ്ണവില ശരിക്കും ഇടിഞ്ഞിരിക്കുകയാണ്. എന്താണതിന് കാരണം? നമുക്ക് നോക്കാം. ഇന്ത്യൻ ഗോൾഡ് ETF പോലുള്ള നിക്ഷേപങ്ങളിൽ ഈ ഇടിവ് വളരെ വലുതും പെട്ടെന്നുള്ളതുമായിരുന്നു. ഇത് വെറും ഒരു ചെറിയ താഴ്ചയല്ല, പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് നമ്മൾ കാണുന്നത്. അപ്പോ എന്താണ് സത്യത്തിൽ ഈ ഒരു മാർക്കറ്റ് തകർച്ചയ്ക്ക് പിന്നിൽ? ഇതിന്റെയെല്ലാം കാരണം അമേരിക്കയിൽ നിന്നുള്ള ഒരൊറ്റ പേരാണ്. ആ പേരാണ് കെവിൻ വാർഷ്. അപ്പോ ആരാണിയാൾ? എന്തിനാണിത്ര പ്രാധാന്യം? അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിന്റെ അടുത്ത ചെയർമാനായി ട്രംപ് പരിഗണിക്കുന്ന ആളാണ് ഇദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ നിയമന സാധ്യതയാണ് മാർക്കറ്റിൽ ഇത്ര വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. മുൻപ് ഉയർന്ന പലിശ നിരക്കിനെ അനുകൂലിച്ച ആളാണ് വാർഷ്. എന്നാലിപ്പോൾ ട്രംപിന്റെ കുറഞ്ഞ പലിശ നിരക്ക് നയത്തെയാണ് പിന്തുണയ്ക്കുന്നത്. ഈയൊരു വൈരുദ്ധ്യമാണ് നിക്ഷേപകരെ കുഴപ്പത്തിലാക്കുന്നത്. അദ്ദേഹം ഏത് നയം പിന്തുടരും? അപ്പോ എന്തിനാണ് ട്രംപിന് ഇപ്പോഴത്തെ ഫെഡ് ചെയർമാനെ മാറ്റേണ്ടി വരുന്നത്? ഇപ്പോഴത്തെ ചെയർമാനായ ജെറോം പവലുമായി ട്രംപിന് ഒരുപാട് കാലമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ട്രംപിന്റെ ലക്ഷ്യം വ്യക്തമാണ്. പലിശ നിരക്ക് കുറച്ച് സാമ്പത്തിക വളർച്ച കൂട്ടണം. അതിന് തന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാൾ വേണം. ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഡോളറും സ്വർണവും തമ്മിലുള്ള ബന്ധമാണ്. ഈ അനിശ്ചിതത്വം ഡോളറിനെ ശക്തിപ്പെടുത്തി. ഡോളർ ശക്തമാകുമ്പോൾ സ്വർണ്ണവില താഴോട്ടു പോകും. ഇതാണ് സംഭവിച്ചത്. ഈ ആഗോള സംഭവം എങ്ങനെയാണ് നമ്മുടെ കേരളത്തെ നേരിട്ട് ബാധിക്കുന്നതെന്ന് നോക്കാം. സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ഇതൊരു തിരിച്ചടിയാണ്. പക്ഷേ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഒരു പവൻ സ്വർണത്തിന് ഏകദേശം 8,000 രൂപ വരെ വില കുറയാനാണ് സാധ്യത. കല്യാണ ആവശ്യങ്ങൾക്കോ നിക്ഷേപത്തിനോ സ്വർണം വാങ്ങുന്നവർക്ക് ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. അപ്പോ ഇനി എന്ത് സംഭവിക്കും? ഈ വിലയിടിവ് ഇങ്ങനെ തന്നെ തുടരുമോ? അത്ര പെട്ടെന്നല്ല. മാർക്കറ്റ് ഇപ്പോഴേ പ്രതികരിക്കുന്നതേയുള്ളൂ. ശരിക്കുള്ള മാറ്റം വരാൻ 2026 വരെ സമയമെടുക്കും. പിന്നെ വാർഷിന്റെ കാര്യം മാത്രമല്ല, മറ്റു പല ആഗോള രാഷ്ട്രീയ സംഭവങ്ങളും സ്വർണ്ണവിലയെ സ്വാധീനിക്കും. ഇതിൽ നിന്നുള്ള പ്രധാന പാഠം ഇതാണ്: ആഗോള രാഷ്ട്രീയം നിങ്ങളുടെ സമ്പാദ്യത്തെ നേരിട്ട് ബാധിക്കാം. ഇത് നമ്മളെ ഒരു നിർണായക ചോദ്യത്തിലെത്തിക്കുന്നു. ഇതൊരു താൽക്കാലിക ഇടിവാണോ അതോ വലിയൊരു വീഴ്ചയുടെ തുടക്കമാണോ?